എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 34 ശ്ലോകം 18, 19, 20, 21, 22, 23, 24, 25 8 ശ്ലോകങ്ങളെ ഇന്ന് നമുക്ക് നോക്കാം. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ നമഃ. യോന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 18. ഇത്യാനുജ്ഞാപ്യദാശാർഹം പരിക്രമ്യാഭിവന്ദ്യ ച സുദർശനോ ദിവം യാത കൃച്ഛ്രാൻ നന്ദശ്ചമോചിത. അങ്ങനെ ഭഗവാന്റെ പാദസ്പർശനം ഏറ്റപ്പോ ആ സുദർശനൻ എന്ന വിദ്യാധരൻ പൂർവ്വരൂപം പ്രാപിച്ചു. ഭഗവാനോട് അനുവാദം ചോദിച്ചു സുദർശനൻ എന്ന ഗന്ധർവൻ സ്വർഗത്തിലേക്ക് തന്നെ തിരിച്ചുപോയി. നന്ദഗോപനും വളരെ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നില്ലേ പെരുമ്പാമ്പ് കടിച്ചിട്ട്. അങ്ങനെ വളരെ സന്തോഷായി, പെരുമ്പാമ്പിൽ നിന്ന് മുക്തനായി. എല്ലാവരും കൂടി ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ മാഹാത്മ്യത്തെ പറ്റി അങ്ങനെ കീർത്തിച്ച് ഗോപന്മാരെല്ലാവരും കൂടി പാടിക്കൊണ്ടിരുന്നു. നിശാമ്യ കൃഷ്ണസ്യ തദാത്മവൈഭവം വ്രജൗകസോ വിസ്മിതചേതസസ്തഥാ സമാപ്യ തസ്മിൻ നിയമം പുനർവ്രജം ന്യവായയു തൽകഥയന്ത ആദൃതാഃ. ശ്രീ ശുകബ്രഹ്മർഷി പറയണു, ഹേ രാജൻ, ആ ശ്രീകൃഷ്ണന്റെ പാദസ്പർശനം കൊണ്ട് നന്ദഗോപൻ സർപ്പത്തിൽ നിന്നും ആ സർപ്പം ശാപത്തിൽ നിന്നും മോചിക്കപ്പെട്ടു. ഇത് കണ്ണുകൊണ്ട് ഇങ്ങനെ കണ്ടോണ്ട് നിൽക്കല്ലേ ഗോകുലവാസികള്. അത്ഭുതം തന്നെ. അവരിങ്ങനെ ആശ്ചര്യപ്പെട്ട് നോക്കിയിരിക്കുകയാണ്. പിന്നെ അവര് അംബികാവനത്തില് 3 ദിവസം വ്രതത്തോടുകൂടി വസിക്കാന്ന് വിചാരിച്ചിട്ടാണ് അവര് വന്നത്. അങ്ങനെ താമസിച്ചതിന് ശേഷം ശ്രീകൃഷ്ണ ഭഗവാന്റെ അത്ഭുത ലീലകൾ, എന്തൊരു അത്ഭുതം ഇത്. നമ്മുടെ കണ്ണൻ ശരിക്കും ഭഗവാൻ തന്നെ അല്ലേ എന്നൊക്കെ പറഞ്ഞ് അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് നമുക്ക് അവിടെ ചെന്ന് എല്ലാരോടും പറയണം. ശരി, നമ്മുടെ കൂട്ടത്തിൽ ഇങ്ങനെ കളിക്കുന്നെങ്കിലും നമ്മൾ ഈ കണ്ണൻ ഈശ്വരനാണെന്ന് എത്രയോ പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. പിന്നെ നമ്മളത് മറക്കണം എന്നൊക്കെ അവര് തമ്മിൽ പറഞ്ഞുകൊണ്ട് ഗോകുലത്തിലേക്ക് തിരിച്ചു പോണു. പിന്നെ ഇത് വേറൊരു കഥ പറയാണ്. ശംഖചൂടൻ എന്നുള്ള അസുരൻ വന്ന കഥ. അസുരന്മാര് പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഭഗവാന്റെ അടുത്തേക്ക്. കഥാചിദഥ ഗോവിന്ദോ രാമശ്ചാത്ഭുത വിക്രമൗ വിജഹ്രദുർവനേ രാത്ര്യാം മധ്യഗൗ വ്രജയോഷിതാം. ശംഖചൂടൻ എന്നുള്ള അസുരൻ വന്ന കഥ പറയണു. ഒരു ദിവസം രാത്രി അത്ഭുത വിക്രമന്മാരായ ബലരാമനും ശ്രീകൃഷ്ണനും ആ ഗോപസ്ത്രീകളോട് ചേർന്ന് കാട്ടിൽ പ്രവേശിച്ചു. ആ ഗോപസ്ത്രീകളുടെ മധ്യത്തില് അങ്ങനെ സുന്ദര രൂപത്തിൽ നിൽക്കണു 2 പേരും രാമകൃഷ്ണന്മാര്. പലവിധ ലീലകളും അവരെ ഹാസ്യത്തോടുകൂടി പലവിധ പാട്ടുപാടിയും നേരമ്പോക്ക് പറഞ്ഞു അങ്ങനെ അവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് അവര് നല്ല രസമായിട്ട് അങ്ങനെ കാട്ടില് ഇരിക്കുകയായിരുന്നു. ഉപഗീയമാനോ ലളിതം സ്ത്രീജനൈർബദ്ധ സൗഹൃദൈഃ സ്വലംകൃതാനുലിപ്താംഗൗ സ്രഗ്വിണോ വിരജോംബരോ. അവരുടെ ആ രൂപം അപ്പോഴത്തെ രാമകൃഷ്ണന്മാരുടെ അതിസുന്ദരം വെളുത്ത ബലരാമസ്വാമി നല്ല മാലയൊക്കെ ധരിച്ച്, മയിൽപ്പീലി ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള തങ്ക കിരീടങ്ങളും സുന്ദരമായ മാലകള് മുത്തുമാലകള് എല്ലാം ധരിച്ചിട്ടുണ്ട്. പിന്നെ നല്ല പൂമാലകളും ധരിച്ചിട്ടുണ്ട്. സ്ത്രീകൾ ഇങ്ങനെ ചുറ്റും നിന്ന് 2 പേരുടെ സൗന്ദര്യം പ്രത്യേക ആസ്വദിക്കുകയാണ്. കണ്ണനാണെങ്കിലോ നീലമേഘ ശ്യാമള വർണ്ണൻ, അങ്ങനെ വനമാലയൊക്കെ ധരിച്ച് അതിസുന്ദരമായ മന്ദഹാസത്തോടു കൂടി താമരപ്പൂവിന്റെ ഇതളന്റെ പോലെയുള്ള ആ മനോഹരമായ കടക്കണ്ണുകൊണ്ട് ഇങ്ങനെ അവര് ഇടയ്ക്കിടയ്ക്ക് നോക്കണുണ്ട്.
അങ്ങനെ രണ്ടുപേരുടെയും ആ സൽഗുണങ്ങൾ ഇങ്ങനെ കീർത്തിച്ചുകൊണ്ട് ഗോപസ്ത്രീകളെ ചുറ്റും നിന്ന് പാട്ടുപാടുന്നു. അതിസുഗന്ധ ഉള്ള മാലകളാണ് അവർ ധരിച്ചിരിക്കുന്നത്. ആ സുഗന്ധം ഇങ്ങനെ അവരുടെ നാസാരന്ധ്രങ്ങളിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുന്നു. അങ്ങനെ അവര് രസമായിട്ട് ആസ്വദിച്ചുകൊണ്ട് നിൽക്കുക രണ്ടുപേരുടെ സൗന്ദര്യം. നിശാമുഖം മാനയന്തൗ ഉദിതോടുപതാരകം മല്ലികാഗന്ധമത്താളിജുഷ്ടം കുമുദവായുന. സൂര്യൻ അസ്തമിച്ചു. നക്ഷത്രങ്ങളും ചന്ദ്രനും ആകാശത്തിലിങ്ങനെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. മല്ലികപ്പൂക്കള് വികസിച്ചു തുടങ്ങി. അപ്പോഴാണല്ലോ മുല്ലപ്പൂക്കള് വികസിക്കണത്. പൂക്കളിൽ നിന്ന് വീശണ സൗരഭ്യം കൊണ്ട് ആകർഷിക്കപ്പെട്ട വണ്ടുകള് അതിൽ നിന്നിങ്ങനെ തേൻ കുടിച്ചുകൊണ്ട് മുരണ്ടുകൊണ്ട് ഇങ്ങനെ അവരുടെ സംഗീതം പുറപ്പെടുവിച്ചുകൊണ്ട് ഇങ്ങനെ നാലു പാലും പറക്കാൻ തുടങ്ങി. ചന്ദ്രകിരണങ്ങൾ പരന്നപ്പോ ആമ്പലപ്പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞു. അതില് തട്ടി വരുന്ന ആ ശൈത്യ സൗരഭ്യം അന്ത്യയുക്തനായ വായു വീശി തുടങ്ങി. ഇങ്ങനെ ഇരിക്കുന്ന ആ രാത്രികളിലെ രാമകൃഷ്ണന്മാരെ അങ്ങനെ അവര് രണ്ടുപേരും കൂടി ആ ഗോപസ്ത്രീകളുടെ അടുത്ത് അങ്ങനെ സുന്ദരക്കുട്ടന്മാരായിട്ട് പുറപ്പെടുകയാണ്. അപ്പൊ മല്ലികപ്പൂക്കള് വിടരുന്നത് വസന്തകാലത്താണ്. അപ്പൊ വസന്തകാലം ആണെന്ന് കൂടി പറയുന്നത്. അതിമനോഹരമായ വർണ്ണന അല്ലെ. ജഗതു സർവഭൂതാനാം മനശ്രവണമംഗളം തൗ കൽപ്പയന്തോ യുഗവൽ സ്വരമണ്ഡലമൂർച്ഛിതം. കേൾക്കുന്ന സകല പ്രാണികളുടെയും മനസ്സിനും കർണങ്ങൾക്കും അധികം ആഹ്ലാദത്തെ ജനിപ്പിക്കാൻ തക്ക രീതിയിൽ ആ രാമകൃഷ്ണന്മാര് രണ്ടുപേരും ഒരേ സമയത്തില് സ്വരങ്ങളുടെ ആരോഹത്തെയും അവരോഹത്തെയും ചെയ്തുകൊണ്ട് പാട്ടുപാടി. ഒരേ സമയത്ത് ഒരേ സ്വരങ്ങൾ രണ്ടുപേരും ആലപിക്കാം. ഒരുപോലെ മനോധർമ്മമുള്ളവർക്കല്ലാതെ ഒരേ സമയത്ത് ഒപ്പം സ്വരം പാടാൻ സാധിക്കില്ല. അവര് ഈശ്വരാംശല്ലേ. അങ്ങനെ അംശാംശികളായിരിക്കുന്ന ആ രാമകൃഷ്ണന്മാർക്ക് അത് സാധ്യമായിരുന്നു എന്നതാ പ്രത്യേകം ഈ ശ്ലോകത്തിൽ പറയണം. ഗോപ്യസ്ഥൽ ഗീതമാകർണ്യ മൂർച്ഛിതാനാവിദൻ നൃപ സംശ്രദ്ദുകൂലമാത്മാനം സ്രസ്തകേശസ്രജം തഥാ. ശ്രീ ശിവബ്രഹ്മർഷി പറയണു, ഹേ രാജാവേ, രാമകൃഷ്ണന്മാര് ആ ഗാനം ചെയ്യണത് ഗോപികളെങ്ങനെ കേട്ടു നിന്നു. അവരുടെ മനസ്സെല്ലാം ആ പാട്ടിലങ്ങനെ ലയിച്ച് നിൽക്കുക. തുണിക്കുത്ത് അഴിഞ്ഞു, അവരുടെ വസ്ത്രങ്ങൾ അഴിഞ്ഞു വീണതും തലമുടി അഴിഞ്ഞു മാലകൾ വീഴുന്നതും കൂടി ഒന്നും അവരെ അറിയണില്ല. ദേഹസ്മൃതി അവർക്കില്ലാതെ സർവകലാമൂർത്തികളായ രാമകൃഷ്ണന്മാരുടെ ആ വാചാം അഗോചരമായ ഗാനമാധുര്യം ഇങ്ങനെയൊക്കെ പറയാന്നല്ലാതെ തികച്ചും അത് മുഴുവനും അതിനെ വിസ്തരിച്ചു പറയാൻ ആർക്കാ സാധിക്കും? അതാ പറയണം. ശ്രുതിചരികളും ഋഷിചരികളുമായ ഗോപികളുടെ തൽക്കാല സ്ഥിതി പ്രകാശിപ്പിച്ചതിന്റെ സാരം അതാണ്. അവരും കൂടി അങ്ങനെ നിൽക്കുന്നു. അപ്പൊ പിന്നെ അത് കേൾക്കുന്നവരുടെ കഥ എന്താ? എങ്ങനെ അത് വിസ്തരിച്ചു പറയാം? അതൊന്നും പറയാനേ പറ്റില്ല എന്ന് പറയുന്നു. പ്രത്യേകിച്ച് ഏവം വിക്രീഡിതോ സ്വൈരം ഗായതോ സംഭ്രമത്തവൽ ശംഖചൂടൈതിഖ്യാതോ ധനതാനുചരോഭ്യഗാത്. അങ്ങനെ ബലരാമനും ശ്രീകൃഷ്ണനും അത്യാനന്ദത്താൽ മതിച്ചവരെന്ന പോലെ ആ ഗാനത്തിൽ അങ്ങനെ ലയിച്ചും പാടിയും കളിച്ചും കൊണ്ടിങ്ങനെ ഇരിക്കുമ്പോ ശംഖചൂടൻ എന്നു പേരായിട്ടുള്ള കുബേരഭൃത്യൻ അവരുടെ നേർക്കങ്ങോട് വരികയാണ്. ഭഗവാൻ അവനെ വധിക്കുന്നുള്ളതിൽ ഒരു സംശയമില്ല. ബാക്കിയുള്ള ശ്ലോകങ്ങള് നമുക്ക് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.